ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ ഐശ്വര്യ വീട്ടിലിരിക്കുകയാണ്, കൺവെൻഷൻ ഹോളിലെ കുറവിലങ്ങാട് പരിസരമൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ചോദ്യം കേട്ടോ. കുഞ്ഞുങ്ങളെ, ഈ പരിസരത്ത് കുറവിലങ്ങാട് പരിസരത്താണ് നിങ്ങളുടെ വേറെങ്ങൾ പപ്പയോടും മമ്മയോടും പറഞ്ഞ കൺവെൻഷൻ പറഞ്ഞു പറഞ്ഞ് ബഹളം വെച്ചിട്ട് നാളെ വന്നോളൂ കേട്ടോ. നാളെ കഴിഞ്ഞൊക്കെ കർത്താവിന്റെ വലിയ കരുണ. ഇന്ന് ഫുള്ള് വട്ടാരിച്ചൻ കൺവെൻഷൻ. ഇന്നലെ ഞാൻ തുടങ്ങി വെച്ചു, പിന്നെ സമാപനത്തിൽ വട്ടാരിച്ചനുണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് വട്ടാരിച്ചനുണ്ട്. വരും ദിവസങ്ങൾ ഫുള്ള് വട്ടാരിച്ചൻ കൺവെൻഷൻ ദിവസങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നങ്ങോട്ട് പോയിട്ടില്ല, കാരണം നാളെ ദൈവവിളി ധ്യാനമൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ 2-3 അറിയിപ്പുകൾ പറയാനായിട്ടുള്ളത്. നമുക്ക് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെ മുതൽ പിന്നെ ടീൻസിന്റെ 3-ാം തീയതി വരെ ടീൻസിന്റെ കുട്ടികൾക്കുള്ള ധ്യാനം വാഴക്കുളത്ത് അഭിഷേക് സെന്റർ വെച്ച് നടക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിനുവേണ്ടി കുട്ടികൾ ഇനി ബുക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സീറ്റ് കൂടി ചിലപ്പോൾ കിട്ടുമായിരിക്കും, കാരണം ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം വേണം വിളിച്ച് ബുക്ക് ചെയ്യുക കേട്ടോ. അതേസമയം തന്നെ ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെ അട്ടപ്പാടി സഹിയോ ധ്യാന കേന്ദ്രത്തിൽ വെച്ച്, ഞാനിത് പറയുന്നത് വെച്ചാൽ ഓണാവധി ആയതുകൊണ്ട് ധ്യാനത്തിന് പോകാമല്ലോ. അപ്പോൾ അത് ചില പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രയോജനം കിട്ടും. ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ച് നടത്തുന്ന ധ്യാനം സ്പെഷ്യൽ ധ്യാനമാണ്. അതിനകത്ത് മുതിർന്നവരും കുട്ടികൾക്കും ഒക്കെ ചെല്ലാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ധ്യാനത്തിനും ഞാൻ വേണമെങ്കിൽ കാർഡൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം എല്ലാവർക്കും വിളിച്ച് ബുക്ക് ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്കതേ കർത്താവ് ഇടപെടട്ടെ. ഇത്രയുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് ഈ ചില കുട്ടികളെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, സ്പിരിച്വൽ ഒബ്ജക്ട്സ് വസ്തുക്കൾ കണ്ടാൽ നശിപ്പിക്കുന്ന ചില കുട്ടികൾ. പല രോഗം കൊണ്ടാകാം, പല പ്രശ്നങ്ങൾ കൊണ്ടാകാം. അത് കൊന്ത കണ്ടാൽ വലിച്ചെറിയും, വലിച്ചു പൊട്ടിക്കും, അല്ലെങ്കിൽ രൂപം കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ചില പ്രത്യേക തരത്തിലുള്ള ചില പീഡകൾ ബുദ്ധിമുട്ടൊക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അടുത്തവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു നന്മറം ചൊല്ലി നമുക്കൊരു ആശീർവാദമൊക്കെ അല്ലേ ഈശോയുടെ സക്തി സ്വീകരിച്ച് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഒരു നന്മറഞ്ഞവരെ പ്രത്യേകം നിയോഗം വെച്ചുകൊണ്ട് ഇതെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 13-ാം സങ്കീർത്തനത്തിലുള്ള വചനമാണ്. നമ്മളത് വായിച്ചു നോക്കാൻ നല്ലതായിരുന്നു. 5-ാമത്തെ വാക്യമൊക്കെ. ഇവരുടെ സഹോദരങ്ങളെ, പിന്നെ വചനത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആശ്രയിക്കുമ്പോൾ ഓർക്കേണ്ടത് എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വചനം: ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കും. എന്നിട്ട് പറയാ, എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വട്ടാരിച്ചനെ കണ്ട് എന്തൊരു വിഷയം സംസാരിച്ച് വന്നപ്പോൾ, ദൈവം ഒരേ സമയം നീതിമാനുമാണ്, കാരുണ്യവാനുമാണ്. കരുണയും നീതി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുള്ളത് അല്ലേ, അത് ദൈവത്തിനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം മരിക്കുന്നോടം വരെ, മരിക്കുന്ന സെക്കൻഡ് വരെ നമുക്ക് കിട്ടാൻ സാധ്യത കരുണയാണ് അല്ലേ. പിന്നെ അതിനുശേഷം വരുന്ന പിന്നെ നീതിമാനായ ദൈവത്തിന്റെ ന്യായവിധിയാണ്. അപ്പം അതുകൊണ്ട് എന്റെ സഹോദരി, ജീവിച്ചിരിക്കുന്ന കാര്യം നമ്മൾ എപ്പോഴും കർത്താവിന്റെ കരുണയിൽ ആശ്രയം. ജീവിതത്തിൽ ഒരിക്കൽ കർത്താവിന്റെ കരുണയിൽ ശരണപ്പെടുക, ആശ്രയം ചെയ്യുന്ന ഒരു ആത്മാവിനെ തള്ളിക്കളയല. അപ്പം അതുകൊണ്ട് മരിക്കുന്ന മൊമെന്റ് വരെ നമുക്ക് അനുദപിക്കാനും തിരിച്ചു വരാനും കുമ്പസാരിക്കാനും ഒക്കെ കർത്താവ് അവസരം തരിക. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും കർത്താവിന്റെ കരുണയിൽ ആശ്രയം, ഈശോയുടെ കരുണയിൽ ആശ്രയം. പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെ അല്ലെ യോഗ്യതയാൽ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കരുണക്കൊന്തയൊക്കെ ചെല്ലുമ്പോഴേ കരുണ ഈശോയെ അങ്ങയുടെ കരുണയിൽ ശരണപ്പെടുന്നു ദൈവമേശ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും ആനന്ദം കൊള്ളുന്നതെന്നറിയാം, എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. അതായത് നമുക്കിങ്ങനെ ഇപ്പോൾ ഉദാഹരണം പറയുന്നത് എന്താ പറയാ, ഇപ്പൊ നമ്മളൊരു പിക്നിക്കിന് പോകാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധനാട് കാണാൻ വേണ്ടി തീർത്ഥാടനമായിക്കോട്ടെ, അത് ഓർക്കുന്നവന് നമുക്കൊരു ആനന്ദമാണ് അല്ലേ. എന്ന് പറയുന്നത് പോലെ നമുക്ക് ലഭിക്കാണ്ടിരിക്കുന്ന സ്വർഗത്തിൽ നമുക്ക് വാസസ്ഥലമുണ്ട്, നമുക്കൊരു വീടുണ്ട്. സ്വർഗത്തിൽ കയറി ചെല്ലുമ്പോൾ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇരിക്കുന്നു, കൈയൊക്കെ വീശി പരിശുദ്ധ അമ്മയൊക്കെ കണ്ട് എന്തൊരു സംഭവമാണ് അല്ലേ. അതാണ് എനിക്ക് ലഭിക്കാൻ പോകുന്ന രക്ഷയിൽ ഞാൻ ആനന്ദം കൊള്ളുക എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ കരുണയിൽ ശരണപ്പെടുന്നവൻ എപ്പോഴും രക്ഷയിൽ ആനന്ദം കൊള്ളുന്നുള്ള ഉറപ്പാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈശോയുടെ കരുണയിൽ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ നിന്ന് യേശു രക്ഷിക്കും. അത് ഒരു മുൻകൂട്ടി കണ്ടതിനകത്ത് ഒരു ആനന്ദം നമുക്ക് തോന്നണം അല്ലേ. നമുക്ക് ജോലി, കർത്താവ് ഞാൻ ശരണപ്പെടാൻ വിശ്വസിക്കുകയാണ്, കർത്താവ് എനിക്ക് ജോലി തരും, അത് കണ്ട് വിശ്വാസത്തിൽ കണ്ടങ്ങോട്ട് ആനന്ദിക്കുകയാണ്. അങ്ങനെയുണ്ട് എന്റെ പ്രിയപ്പെട്ട ദീർഘദർശികളെ, പ്രവാചകന്മാരെല്ലാം മുൻകൂട്ടി കണ്ട് ആ രക്ഷ ആനന്ദിക്കുകയല്ലേ അല്ലേ. എത്രയോ മനോഹരമായ ഒരു സംഗതികളാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ സിറോ മലബാർ ക്രമത്തില് ദുഃഖവെള്ളി ആഴ്ച പാടുന്ന പാട്ടുണ്ടല്ലേ, വിടവാങ്ങുന്നതിന്റെ ട്യൂണിൽ ഒരു പാട്ട് പാടുന്നുണ്ട്.
അപ്പൊ അതിനകത്ത് അബ്രാഹമെ ഉണരുക, നോഹയെ ഉണരുക, അല്ലെ കണ്ടു. അവരൊക്കെ ഇങ്ങനെ ഫോർസ് അവർ കണ്ട ആ കാര്യത്തെക്കുറിച്ച് മനോഹരമായിട്ട് പാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിതത്തില് ഈശ്വര കരുണയിൽ ആശ്രയിക്കണം, ഒപ്പം തന്നെ രക്ഷയിൽ ആനന്ദം കൊള്ളുകയും ചെയ്യാം. അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കും, ഉച്ചത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധന, ആരാധന, ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. വലിയ ദൈവ കൃപ കൊണ്ട് നിറയട്ടെ, വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന പൈശാചിത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടിപ്പായും. കർത്താവിന്റെ അത്ഭുതകരമായ കൃപ, കർത്താവിന്റെ അത്ഭുതകരമായ ജ്ഞാനം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവായ ദൈവമേ, കുറവലങ്ങാട് കൺവെൻഷനും അട്ടപ്പാടി സഹിയോന്റെ ധ്യാനത്തിനും അതേപോലെ നേസ്യമുള്ള ധ്യാന ശുശ്രൂഷകൾക്കും PDM സെന്ററിൽ കുറവലങ്ങൾ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഈ നാളുകൾ ഇന്ന് കെട്ടവരട്ടെ എന്ന് ആശീർവദിക്കുക. അതുപോലെ തന്നെ കർത്താവായ ദൈവം പ്രത്യേകിച്ച് സ്പിരിച്വൽ ആത്മീയ വസ്തുക്കൾ പെട്ടെന്ന് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന പ്രവണതയുള്ള കുട്ടികൾ, അങ്ങനത്തെ എന്തെങ്കിലും തന്നെ പൈശാചിക പീഡകൾ ആരെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രോഗപീഠകൾ മൂലം അങ്ങനത്തെ ഒരു മനസ്സിന്റെ അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ്, ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാണ്, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാണ്, യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാണ് ദുഷ്ടാരൂപികളും പൈശാചിക പീഡകളും അങ്ങനത്തെയുള്ള എല്ലാ തരത്തിലുള്ള സ്വഭാവ ചിന്താരീതികളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിന്റെ ചുവട്ടിൽ ചാട്ടിപ്പായിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ഓരോ വ്യക്തികളും വന്ന് നിറഞ്ഞ് അങ്ങനത്തെ വസ്തുക്കളുടെ ഒരു ഭയഭക്തി ബഹുമാന ആദരവിന്റെ കൃപ നിറയട്ടെ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.